സമയം ഇന്ന് ഒരുപാട് വൈകിയല്ലോ. ദൈവമേ, സമയം 12 മണിയായി. ഇനി എപ്പോഴാണ് ഞാൻ ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കുന്നത്? അതെങ്ങനെയാ? സ്കൂള് പൂട്ടിയാൽ മുതൽ പിള്ളേരെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലാതല്ലേ ഉള്ളത്. ആ ലച്ചു ഹോസ്റ്റലിൽ നിന്ന് വന്നത് മുതൽ എന്റെ ഒരു പണിയും നടക്കണില്ല. ഇനിയിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കുക? ഇതുകൊണ്ട് ചിക്കൻ നിർത്തി പൊരിച്ചാലോ? വേണ്ട വേണ്ട, ഇനിയിപ്പോ എല്ലാരും കൂടെ എന്നെ നിർത്തി പൊരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കുഴിമന്തി ഉണ്ടാക്കിയാലോ? അതാവും പിള്ളേർക്കും ഇഷ്ടപ്പെടും. അയ്യോ, അല്ലെങ്കിൽ പിന്നെ അതും വേണ്ട. എന്നിട്ട് വേണം നന്നായിട്ടില്ലെങ്കിൽ പിള്ളേർക്ക് എന്നെ കുഴിയിലിട്ട് മൂടാൻ. ഇതുകൊണ്ടിപ്പോ ഞാൻ എന്തോന്ന് ഉണ്ടാക്കുക? സമയമാണെങ്കിൽ ഒരുപാട് വൈകുകയും ചെയ്തല്ലോ. വേഗം കയ്യിൽ എന്ത് റെസിപ്പിയാ ഉള്ളത്? ഒരു കാര്യം ചെയ്യാം. കുക്കറിലെ ഒരു തട്ടിക്കൂട്ടി കുക്കർ ബിരിയാണി വെക്കാം. അതാവുമ്പോഴേ വേഗം പണി കഴിയും ചെയ്യും, 2 പേർക്കും ഇഷ്ടവുമാണ്. ബിരിയാണിന് കേട്ടാ പിന്നെ 2നും അത് മതി. എന്തായാലും അത് വെക്കാം. അതാവുമ്പോഴേ വേഗം എന്റെ ജോലിയും തീരും. ഹലോ, ഇവിടെ ആരും ഇല്ലേ? കമലേ, കമലേ, ഇവിടെ ആരും ഇല്ലേ? അതാരാ ഈ നേരത്ത്? വാ വാ, കേറി വാ, ആരായാലും. കമലേ, ഇത് ഞാനാടി. ആരിത്? സുമയോ? ഞാനങ്ങ് പേടിച്ചു പോയി ഈ സമയത്ത് ഇതാരാണെന്ന് വിചാരിച്ചിട്ട്. അതെന്താ നീ പുറകുവശത്തൂടെ വന്നത്? അതോ, ഞാൻ മുൻവശത്തു കൂടെ തന്നെയാ വന്നത്. പക്ഷെ അവിടെ വാതിലടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ പുറകിലോട്ട് വന്നത്. ബുദ്ധിമുട്ടോ? എന്തോന്ന് ബുദ്ധിമുട്ട്? അല്ല കമലേ, നീ ഇതുവരെയായിട്ട് റെഡി ആയില്ലേ? ഇപ്പൊ എന്തിനാ നീ കോഴീനെ നോക്കിയിരിക്കണത്? കോഴീനെ നോക്കിയിരിക്കണതല്ല പെണ്ണെ, ഞാനേ ഉച്ചയ്ക്ക് കറി വെക്കാൻ നോക്കിയായിരുന്നു. കറി വെക്കാനോ? അതും ഇപ്പോഴോ? നീ കറി വെച്ചിരുന്നാലേ അപ്പൊ നീ എപ്പോ റെഡി ആവാനാ? പിന്നെ ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് കറി വെക്കേണ്ടത്? ഉച്ചയ്ക്കുള്ള കറിയാ ഞാൻ വെക്കാൻ നോക്കുന്നത്. അതല്ല, നീ കുറെ നേരമല്ലോ റെഡി ആവണ കാര്യം പറയണു. ഇതെവിടെ പോവാനാ? ദേ കമലേ, നീ കളിക്കല്ലാട്ടോ. അപ്പൊ നിന്നോട് ഇന്നലെ രാത്രി വരെ വിളിച്ചു പറഞ്ഞ് നിന്നോട് മറന്നുപോയോ? ഇന്നലെ രാത്രിയോ? ഇന്നലെ രാത്രി നീ എന്ത് പറഞ്ഞെന്നാ പറയണത്? അയ്യോ, സോറി സുമേ, എന്നോട് മറന്നു പോയതാടി. ഇന്നലെ നമ്മുടെ കുടുംബശ്രീയുടെ മീറ്റിംഗ്. ഭാഗ്യം, ഇപ്പോഴെങ്കിലും നിനക്ക് ഓർമ്മ വന്നല്ലോ. സുമേ, എന്നോട് മറന്നു പോയടി. എന്റെ പണിയൊന്നും കഴിഞ്ഞില്ല. ഈ പിള്ളേരെ വെക്കേഷനായിട്ട് ഇവിടെ ഇരിക്കണതുകൊണ്ട് എന്റെ ഒരു പണിയും നടക്കണില്ലടി. എല്ലാ വീട്ടിലും ഇതന്നെ അവസ്ഥ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ചിക്കനൊക്കെ കറി വെക്കാൻ നിന്നാലേ എന്റെ ഉള്ള സമയം കൂടെ വൈകും. തൽക്കാലം ഉച്ചക്ക് എന്താ കുട്ടിയൊക്കെ കഴിക്കാൻ കൊടുക്ക? മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. ചിക്കൻ ഞാൻ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അതാ നല്ലത്. നീ വലിയ സെക്രട്ടറി ഒക്കെ ആയിട്ടേ സമയത്ത് ചെന്നില്ലെങ്കിലേ അവിടുത്തെ പെണ്ണുങ്ങൾ വിളിച്ച് നിന്നെ കളിയാക്കും. ആടി സുമേ, ഇതിലും വലിയ നാണക്കേട് വേറെ ഇല്ല. സുമേ, നീ ഒരു കാര്യം ചെയ്യ്, നീ അകത്തോട്ട് പോയിരിക്കും. ഞാൻ മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം. ശരി, പെട്ടെന്നാവണം കേട്ടോ, ലേറ്റ് ആവല്ലേ. ഇല്ല പൊന്നോ, ഞാൻ വേഗം സ്പീഡ് ആക്കട്ടെ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ചേച്ചി, കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് മര്യാദക്ക് ഇട്ടേരില്ല കേട്ടോ. എടി പീക്കിരി, നിനക്ക് കളി അറിയാത്തതിന് ഞാൻ എന്തോന്ന് ചെയ്യാനാ? പിന്നെ കള്ളക്കളി. ആരാടി കള്ളക്കളി? നീ ഇന്നേ അവരെന്റെ കൂടെ കളിച്ചിട്ട് ജയിച്ചിട്ടുണ്ടോടി? എന്നിട്ട് കള്ളക്കളി പോലും വേണമെങ്കിൽ പിടിച്ചോ. പിടിച്ചോ പിടിച്ചോ. പിടിച്ചേ. കണ്ടാ കണ്ടാ, ഇപ്പൊ കണ്ടാ നീ? ഞാൻ മര്യാദക്കല്ലേ ഇട്ടാന്നത്, അതുകൊണ്ടല്ലേ നിനക്ക് പിടിക്കാൻ പറ്റിയത്. അയ്യോ, ചേച്ചി മര്യാദക്ക് കളിച്ചോണ്ടല്ല, ഞാൻ കളിയിൽ മര്യാദക്ക് കളിക്കുന്നുണ്ടാ. മക്കളെ, എന്താ അമ്മ? മക്കളെ, മമ്മിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് കുടുംബശ്രീക്ക് പോണം. മമ്മിയോടാണെങ്കിൽ ആ കാര്യം തന്നെ മറന്നുപോയി. ഇപ്പോഴാ ഓർമ്മ വന്നത്. അതന്നെ ഇപ്പൊ സുമാൻറ്റി ഇപ്പൊ ഇങ്ങോട്ട് വന്നത് കൊണ്ടാ മമ്മിക്ക് ഓർമ്മ വന്നത്. മമ്മിക്ക് പോവാതിരിക്കാനും പറ്റില്ല, മമ്മിയല്ലേ സെക്രട്ടറി. മമ്മി ഇല്ലാതെ അവിടെ ചർച്ചകളൊന്നും നടക്കില്ല. അതുകൊണ്ട് 1 മണിക്കൂർ മമ്മി വേഗം പോയിട്ട് വരാട്ടോ. അത്രേ ഉള്ളൂ. അതിനെന്തിനാ മമ്മി ടെൻഷൻ അടിക്കുന്നത്? മമ്മി പോയിക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അതല്ലാടാ മക്കളെ, മമ്മിക്ക് ഉച്ചക്ക് കറി വെക്കാനേ സമയം കിട്ടിയില്ലെന്നേ. ഇന്ന് കുറേ പരിപാടി ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ നഗൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ മെഞ്ഞാന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അതുകൊണ്ട് കുക്കറിലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാ. പക്ഷേ സമയം കിട്ടണ്ടേ? മമ്മി ബിരിയാണിയാ? മക്കൾ കൊതിക്കണ്ട, മമ്മി ഉണ്ടാക്കിയിട്ടില്ല. മമ്മിക്ക് സമയം കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഞാൻ പോയി വന്നിട്ട് ഉണ്ടാക്കി തരാട്ടോ. അത് നന്നായി. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ആക്കും മമ്മി ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മക്കളെ വിശക്കും പതിയെടുത്ത് കഴിച്ചോട്ടാ. ഹായ്, ന്യൂഡിൽസ് ഉണ്ടോ? അത് മതി മമ്മി, ഞങ്ങൾക്ക് അത് മതി. മമ്മി ധൈര്യമായിട്ട് പോയിട്ട് വന്നോ, ഞങ്ങൾ വിശക്കും പതിയെടുത്ത് കഴിച്ചോളാം. പിന്നെ മക്കളെ, മോളെ പിങ്കി മോളെ, മോളെ ലച്ചു, മമ്മി ഒരു കാര്യം പ്രത്യേകം പറയുന്നു. അടുക്കളത്തെ സിങ്കിന്റെ മുകളിൽ മമ്മി ചിക്കൻ എടുത്ത് വെച്ചിട്ട് മക്കൾ രണ്ടാളും ഒരു കാരണവശാലും അതിൽ പോയി തുടരരുത്. മമ്മി മീറ്റിംഗും കഴിഞ്ഞ് വന്നിട്ട് മക്കൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാം.
മക്കൾ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് TV കണ്ടോ കളിച്ചോ ഇവിടെ തന്നെ നിന്നോളണം. പിന്നെ ദൈവത്തെ ഓർത്ത് മമ്മിയുടെ 2 മക്കളും ഇടപിടി കൂടരുത്. ദേ ഇതിനകത്ത് നിങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാർ നിങ്ങൾ ഓടിച്ചു വിടരുത്. അതൊക്കെ പണ്ടല്ലേ അമ്മ, ഇപ്പൊ ഞങ്ങൾ ഡീസന്റ് ആയില്ലേ? ഡീസന്റ്, അതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ദേ നോക്ക്, മമ്മിക്ക് പോവാൻ സമയമായി. പിന്നെ മമ്മി എടുത്ത് വീണ്ടും വീണ്ടും പറയുന്ന ചിക്കൻ പോയി തുടരുത്, ആ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് മക്കൾ ഇവിടെ ഇരുന്നോളണം. ആ മമ്മി പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. മമ്മി പറഞ്ഞതൊക്കെ അനുസരിച്ചോളാം. എടി പിങ്കി മോളെ, നീ എന്താ കഴിക്കാത്തേ? എനിക്കൊന്നും വേണ്ട ഈ ഉണക്ക നൂഡിൽസ്. ഉണക്ക നൂഡിൽസാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ വെറുതെ തിന്നുമ്പോ എന്തോന്നൊരു രസം, ഒരു രുചിയില്ല ഇതിന്. എന്നാ തമ്പുരാട്ടിക്ക് ഇതിന്റെ കൂടെ 2 ചിക്കൻ ഫ്രൈ തരട്ടെ. അമ്മേ, ചിക്കൻ ഫ്രൈയാ? ആ അതെ, ചിക്കൻ ഫ്രൈ. നിന്റെ കയ്യില്ലേ, ആ കൈ തന്നെ നീ അങ്ങ് സ്വയം കടിച്ചോ, ആ ചിക്കൻ ഫ്രൈ ആണെന്ന് വിചാരിച്ചിട്ട്. അവർക്ക് ചിക്കൻ ഫ്രൈ വേണം പോലും. ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, എന്നെന്തിനാ ഇങ്ങനെ കളിയാക്കണത്? ആടി, ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാം. ലെഗ് പീസ് തന്നെ അതും തരാം. എന്താ, മതിയോ? പെണ്ണിന് നൂഡിൽസ് തിന്നാൻ പറ്റില്ല പോലും. നോക്കിക്ക ചേച്ചി, ഞാൻ തന്നെ ഉണ്ടാക്കി തിന്നു. ആനടാ മക്കളെ തന്നെ ഉണ്ടാക്കുവാ. എന്നാ വേഗം ചെല്, തന്നെ ഉണ്ടാക്കി പോയി തിന്നോട്ടാ. എന്തൊരു ചൂടാ, എന്തൊരു ചൂടാ, നല്ല ചൂടുണ്ട്. ചിക്കൻ ഫ്രൈയാ? എന്ത് രുചി, നല്ല രുചിയുണ്ട്. തിന്നിട്ട് കൊതി മാറുന്നില്ല. പിങ്കി മോളെ, നിനക്ക് എവിടെ ചിക്കൻ ഫ്രൈ കിട്ടിയത്? എവിടുന്ന് കിട്ടിയെന്നോ? ഇത് ഞാൻ ഉണ്ടാക്കി, അല്ലാണ്ട് പിന്നെ എവിടുന്ന് കിട്ടാനാ? ഉണ്ടാക്കിയെന്നോ? അതിന് നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? വല്ലപ്പോഴേ ഒന്ന് അടുക്കളയിലൊക്കെ കയറണം, എങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുള്ളൂ. പിങ്കി മോളെ ഒന്ന് പറ മോളെ, ചേച്ചിയുടെ മോളല്ലേ, ഇത് എങ്ങനെ ഉണ്ടാക്കി ഒന്ന് പറ മോളെ. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന്. ആണോ? എന്നാ ചേച്ചിക്കും താടി ഒരു പീസ്. ചേച്ചിക്ക് ഒരു കടിയെങ്കിലും താടി. ഒരു കടിയാ? ഇപ്പൊ തരാട്ടാ, ഇപ്പൊ തരാം, ഒരു മിനിറ്റ്. പിങ്കി മോളെ ഒന്ന് പോ ചേച്ചി. ഇപ്പൊ ചേച്ചിക്ക് ഒരു കടി വേണമെങ്കിൽ ഇങ്ങ് വാ, ഞാനൊരു കടി വെച്ച് തരാം. അല്ല പിന്നെ ചിക്കൻ ഫ്രൈ വേണം പോലും, ചിക്കൻ ഫ്രൈ. ഒന്ന് പോടി ചേച്ചി അവിടുന്ന്. അല്ല പിന്നെ. ഓഹോ, നീ അത്ര കലടി. നോക്കിക്കൊടി, ഞാൻ ഉണ്ടാക്കും ചിക്കൻ ഫ്രൈ. എനിക്ക് അതിൽ നിന്നൊരു പീസ് പോലും നിനക്ക് ഞാൻ തരില്ല. അവൾക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഞാൻ ആ പെണ്ണിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിപ്പോ എങ്ങനെ ഉണ്ടാക്കാ? ഒരു ഐഡിയ. മമ്മി ചെയ്യുന്നത് പോലെ ഉപ്പും കുരുമുളകും മുളകൊക്കെ ചേച്ചി ഈ ചിക്കൻ എടുത്ത് ഓവനിൽ കാറ്റാം. അപ്പം നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ റെഡി. അങ്ങനെയെല്ലാം സെറ്റ്. അല്ല, ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ടൈം സെറ്റ് ചെയ്യുക? നല്ലോണം ക്രിസ്പി ആയിക്കോട്ടെ, അതുകൊണ്ട് ഏറ്റവും കൂടി ടൈം സെറ്റ് ചെയ്യാം. എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. അയ്യോ അമ്മേ, ഇതെന്താ അതിൽ നിന്ന് പുക വരുന്നത്? അയ്യോ, ഇതെന്ത് പറ്റി ഇതിന്? മമ്മി ഓടി വാ മമ്മി. അയ്യോ മമ്മി, ഓടി വാ. എന്താടാ മക്കളെ, എന്തിനാണ് ഇങ്ങനെ കരയണത്? അയ്യോ, ഇതെന്തായി കാണാതെ? അയ്യോ നീ അമ്മേ നോക്കമ്മേ, നീ ഓവനിൽ നിന്ന് പുക വരണമ്മേ. അയ്യോ, ഇതെന്തോന്നായി പറ്റിയത്? ഇതാരാ ഈ ചിക്കൻ ഇതിനുള്ളിൽ വെച്ചത്? ഇതാകെ കരിഞ്ഞു പോയല്ലോ. മമ്മി സോറി മമ്മി, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കിയതാ, അത് കൊളായി കരിഞ്ഞു പോയി മമ്മി. ചിക്കൻ ഫ്രൈയാ? ലച്ചു, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞില്ലേ ചിക്കനിൽ കൈവെക്കരുതെന്ന്? അത് മമ്മി, ഇവള് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നൂഡിൽസിലൂടെ കഴിച്ചമ്മേ. ഇവളെനിക്ക് ഒന്നും തന്നില്ല, അതുകൊണ്ട് എനിക്ക് കൊതിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാ മമ്മി ചിക്കൻ ഫ്രൈ. സോറി മമ്മി. പിങ്കി മോളെ, നീ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയോ? ഞാൻ ഉണ്ടാക്കില്ല മമ്മി, എനിക്ക് എവിടുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാവുന്നത്? ഞാൻ കഴിച്ചതേ ഇന്നലത്തെ ബാക്കിയുള്ള ഫ്രിഡ്ജിലത്തെ ചിക്കൻ ഫ്രൈ ചൂടാക്കിയിട്ട് കഴിച്ചതാ. കേട്ടോ, ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ ആ ഉണ്ടായ ചിക്കൻ എടുത്ത് കഴിച്ചപ്പോ? ഇനിയിപ്പോ രാത്രിയെ കരിവാരി തിന്നോ? അതാ നല്ലത്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്നുണ്ടായിക്കോളും.